ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വൻ നയതന്ത്ര യുദ്ധമാണ് അരങ്ങേറിയത്. പശ്ചിമേഷ്യയിൽ നിലവിലുള്ള കടുത്ത യുദ്ധസമാനമായ അന്തരീക്ഷത്തിന്റെ പ്രതിഫലനങ്ങൾ ആഗോളവേദിയിലും പ്രതിഫലിക്കുന്ന കാഴ്ചയ്ക്കാണ് രാജ്യാന്തര സമൂഹം സാക്ഷ്യം വഹിച്ചത്. സമ്മേളനത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി രംഗത്തെത്തിയതോടെ നയതന്ത്ര ചർച്ചകൾ വലിയൊരു തർക്കവേദിയായി മാറി. ഇറാന് നേരെ നടക്കുന്ന സൈനിക നീക്കങ്ങളിൽ യുഎഇക്ക് നേരിട്ട് പങ്കുണ്ടെന്ന ഇറാന്റെ പരസ്യമായ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ പ്രാദേശിക കൂട്ടായ്മകളിൽ വരാനിരിക്കുന്ന വലിയ വിള്ളലുകളുടെ സൂചനയാണ് നൽകുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യം ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ അബുദാബി ഭരണകൂടം നേരിട്ട് പങ്കാളികളാകുന്നു എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര മര്യാദകൾ പാലിച്ചുകൊണ്ട് മാത്രം ചർച്ചകൾ നടക്കുന്ന ബ്രിക്സ് വേദിയിൽ ഇത്തരമൊരു തുറന്ന ആക്രമണം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. തങ്ങൾക്കെതിരെ നടക്കുന്ന അധിനിവേശങ്ങൾക്ക് യുഎഇ തങ്ങളുടെ മണ്ണും വ്യോമപാതയും വിട്ടു നൽകുന്നു എന്ന ഭയാനകമായ സൂചനയാണ് ഇറാൻ നൽകിയത്. തങ്ങൾക്കെതിരെ സഖ്യസേന നടത്തിയ ആദ്യകാല ആക്രമണങ്ങളെ അപലപിക്കാൻ പോലും യുഎഇ തയ്യാറായില്ലെന്നത് അവരുടെ ശത്രുതാപരമായ നിലപാടിന്റെ തെളിവാണെന്നത് അബ്ബാസ് അറാഗ്ചി ചൂണ്ടിക്കാണിച്ചു. ഒരു അയൽ രാജ്യമെന്ന നിലയിൽ പുലർത്തേണ്ട യാതൊരുവിധ സൗഹൃദവും അബുദാബി കാണിക്കുന്നില്ലെന്നാണ് ടെഹ്റാന്റെ പ്രധാന പരാതി. ഇസ്രയേലുമായി യുഎഇ സമീപകാലത്തുണ്ടാക്കിയ നയതന്ത്ര ധാരണകൾ തങ്ങളെ ഒറ്റപ്പെടുത്താനാണെന്ന ഇറാന്റെ പണ്ടേയുള്ള സംശയങ്ങൾക്ക് ഈ സംഭവം അടിവരയിടുന്നു. ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് ഇറാനും യുഎഇയും അടുത്തിടെയാണ് പുതിയ അംഗങ്ങളായി ചേർന്നത് എന്നത് ഈ തർക്കത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സഹകരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കുള്ളിൽ രണ്ട് പ്രധാന അംഗങ്ങൾ തമ്മിൽ പരസ്യമായി കൊമ്പുകോർക്കുന്നത് ബ്രിക്സിന്റെ ഭാവി പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വെച്ച് ഇത്തരമൊരു സംഭവം നടന്നത് ആതിഥേയ രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്കും കടുത്ത നയതന്ത്ര വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാൻ മന്ത്രിയുടെ രൂക്ഷമായ പ്രതികരണത്തിന് പിന്നിൽ തദ്ദേശീയമായി അവർ അനുഭവിക്കുന്ന കടുത്ത സൈനിക സമ്മർദ്ദങ്ങൾ ഉണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിന്റെ അത്യാധുനിക ആയുധങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും മുന്നിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ തൊട്ടടുത്തുള്ള അറബ് രാജ്യങ്ങൾ ശത്രുക്കൾക്ക് താവളമൊരുക്കുന്നത് ഇറാന്റെ സൈനിക തന്ത്രങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ എണ്ണസമ്പന്നമായ അറബ് രാജ്യങ്ങളും ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനും തമ്മിലുള്ള പ്രാദേശിക മേധാവിത്വത്തിനായുള്ള പോരാട്ടത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എന്നാൽ സമീപകാലത്ത് ഇസ്രയേലുമായി അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കിയ എബ്രഹാം ഉടമ്പടികൾ മേഖലയിലെ രാഷ്ട്രീയ ചിത്രത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഇസ്രയേലിനെ തങ്ങളുടെ പ്രധാന ഭീഷണിയായി കാണുന്ന ഇറാന് സ്വന്തം അയൽക്കാർ ഇസ്രയേലുമായി കൈകോർക്കുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. യുഎസ് ഇസ്രയേൽ കൂട്ടുകെട്ടിന്റെ സൈനിക താവളങ്ങളായി യുഎഇയിലെ പല കേന്ദ്രങ്ങളും മാറുന്നു എന്ന ആരോപണം പശ്ചിമേഷ്യയിലാകെ വലിയ ഭീതി പടർത്തുന്നുണ്ട്. മേഖലയിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇറാന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. തങ്ങളെ ആക്രമിക്കാൻ സഹായിക്കുന്ന ഏതൊരു രാജ്യവും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ വരുമെന്ന് ഇറാൻ മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റ് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഈ കടുത്ത വാഗ്വാദത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അതീവ ജാഗ്രതയോടെയാണ് നിലകൊണ്ടത്. ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികൾ ഇറാന്റെ പ്രധാന സഖ്യകക്ഷികളാണെങ്കിലും ബ്രിക്സിന്റെ ഐക്യത്തിന് കോട്ടം തട്ടുന്ന ഇത്തരം സംഭവങ്ങൾ അവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ വിരുദ്ധചേരി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന റഷ്യയ്ക്കും ചൈനയ്ക്കും തങ്ങളുടെ കൂട്ടായ്മയ്ക്കുള്ളിലെ ഈ ആഭ്യന്തര തർക്കം വലിയൊരു തലവേദനയാണ്. യുഎഇയെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾ തങ്ങളുടെ ആഗോള പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒന്നാണ്. സമാധാനവും സാമ്പത്തിക പുരോഗതിയും ആഗ്രഹിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ തങ്ങൾ ഒരു യുദ്ധത്തിലും നേരിട്ട് പങ്കാളികളാകില്ലെന്നാണ് യുഎഇയുടെ നയം. എന്നാൽ അമേരിക്കയുമായുള്ള കടുത്ത സൈനിക പ്രതിരോധ കരാറുകൾ കാരണം പലപ്പോഴും അവർക്ക് പാശ്ചാത്യ ശക്തികളെ പിന്തുണയ്ക്കേണ്ടി വരുന്നുണ്ട്. ഈ തർക്കം ആഗോള വിപണിയിലും വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിനോട് ചേർന്നു നിൽക്കുന്ന യുഎഇയും ഇറാനും തമ്മിൽ സൈനികമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ചാനലുകളെ നിശ്ചലമാക്കും. ആഗോള ഇന്ധന വിതരണ ശൃംഖലയെ തകിടം മറിക്കാൻ പോകുന്ന ശേഷിയുള്ള ഈ തർക്കം ലോക സമ്പദ് വ്യവസ്ഥയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കാം. അബ്ബാസ് അറാഗ്ചിയുടെ വാക്കുകൾ ഇറാൻ ജനതയ്ക്കുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്.
രാജ്യം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും തങ്ങൾ ശത്രുക്കൾക്ക് മുൻപിൽ തല കുനിക്കില്ലെന്ന് കാണിക്കാൻ ഭരണകൂടത്തിന് ഇത്തരം കടുത്ത നിലപാടുകൾ അനിവാര്യമാണ്. അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് ശത്രു രാജ്യങ്ങളുടെ സഖ്യകക്ഷികളെ നേരിടുന്നത് വഴി തങ്ങളുടെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഡൽഹി ബ്രിക്സ് ഉച്ചകോടിയിലെ ഈ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ UAE ഈ വിഷയത്തിൽ ഔദ്യോഗികമായി എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയാൻ സാധ്യതയുള്ള UAE തങ്ങളുടെ സുരക്ഷയ്ക്കായി ഏതൊരു രാജ്യവുമായും സഹകരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഈ സംഭവം വലിയൊരു തിരിച്ചടിയാണ്. ഐക്യരാഷ്ട്രസഭയുൾപ്പെടെയുള്ള സംഘടനകൾ മേഖലയിലെ പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള ശത്രുത പരസ്യമായി പോരിലേക്ക് നീങ്ങുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. പരസ്പര വിശ്വാസമില്ലായ്മയാണ് ഈ പ്രതിസന്ധിയുടെ പ്രധാന കാരണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കം കടുത്ത പരീക്ഷണ ഘട്ടമാണ് ഉണ്ടാക്കുന്നത്. ഇറാനിൽ നിന്നും UAE-യിൽ നിന്നും ഇന്ത്യക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഊർജ താല്പര്യങ്ങളുണ്ട്. ഇരു രാജ്യങ്ങളിലെയും വലിയൊരു വിഭാഗം ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നതും ഇന്ത്യ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വെച്ച് നടന്ന ഈ തർക്കത്തിൽ ഒരു പക്ഷം പിടിക്കാതെ രണ്ടു രാജ്യങ്ങളെയും ചർച്ചയുടെ മേശയിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. വരും ആഴ്ചകളിൽ പശ്ചിമേഷ്യയിലെ സൈനിക വിന്യാസങ്ങളിലും നയതന്ത്ര നീക്കങ്ങളിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇറാന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ UAE തങ്ങളുടെ അതിർത്തികളിലെ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയേക്കാം. അമേരിക്കൻ സഖ്യം മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായേക്കും. വൻ ശക്തികളുടെ ഈ രാഷ്ട്രീയ കളിയിൽ സാധാരണ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതമാണ് അപകടത്തിലാകുന്നത് എന്ന് പറയാതെ വയ്യ.